ഇനി അസമിലേക്കാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നീക്കങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കോൺഗ്രസ് 100 സീറ്റിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 26 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് നൽകും. അധികാരത്തിൽ വന്നാൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് അറിയിച്ചു. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, അസം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് ഒരുക്കങ്ങൾ വിപുലമാക്കുന്നു. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ പോലെ ഒരു അതിശക്തനായ നേതാവിനെയാണ് ഇപ്പുറത്ത് നേരിടേണ്ടത് എന്നുള്ളത് കൂടി കോൺഗ്രസിന് അറിയാം. എന്തായാലും ഈ സീറ്റ് ചർച്ചകൾ ഒരുപക്ഷെ പ്രാരംഭഘട്ടത്തിലായിരിക്കണം. അപ്പോൾ 100 സീറ്റിൽ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധതയാണോ കോൺഗ്രസ് അറിയിക്കുന്നത്? സഖ്യകക്ഷികളുടെ പ്രതികരണം എങ്ങനെ? അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും 100 സീറ്റുകളിൽ മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസം PCC പ്രസിഡന്റ് കൂടിയായ ഗൗരവ് ഗൊഗോയ് തന്നെയാണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത്. 126 സീറ്റുകളാണ് അസം നിയമസഭയിലുള്ളത്. അതിൽ 100 സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കും. ബാക്കി 26 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകുമെന്നതാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യവും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് തന്നെ ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കുന്നു. നമുക്കറിയാം BJP ഇതിനോടൊപ്പം തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ അസമിൽ ആരംഭിച്ചിട്ടുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പമാണ് അസമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പ്രധാനമായും കോൺഗ്രസ് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അസം എന്ന് പറയുന്നത്. അപ്പോൾ അതിവേഗം ഇവിടുത്തെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുക, സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കുക എന്നതാണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള കടമ്പ. കാരണം വലിയ രീതിയിലുള്ള പ്രതിവാദങ്ങളാണ് അസം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അവിടെ നേരിടുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതേസമയം അസം സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ തള്ളുന്നു. കാരണം നുഴഞ്ഞു കയറ്റക്കാരാണ് അസാമിലേക്ക് എത്തുന്ന അടക്കമുള്ള ആരോപണങ്ങൾ അസം മുഖ്യമന്ത്രി തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇതുകൂടാതെ തന്നെ ചില വാഗ്ദാനങ്ങളും ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും. അതിനുവേണ്ടി ഒരു പ്രത്യേക നിയമം കൂടി കൊണ്ടുവരുമെന്നതാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കർമ്മ പരിപാടികൾ ആരംഭിക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കും. സ്ഥാനാർത്ഥി നിർണ്ണയം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി അതിന്റെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുവാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെയും ആ സ്ഥാനാർത്ഥി നിർണ്ണയം ഇതിനൊപ്പം ആരംഭിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്.